PSC ടോക്സിലേക്ക് അവർക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും LP-UP ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മനഃശാസ്ത്ര ഭാഗത്തു നിന്നും വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏവരും അവസാനം വരെ കാണുക, യൂസ്ഫുൾ ആയിരിക്കും. ആദ്യത്തെ ചോദ്യം, അഭിപ്രേരണ അഥവാ മോട്ടിവേഷനിൽ പഠനത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കുക. തുടർച്ചയായി പലപ്പോഴും ചോദിച്ചു കണ്ട ഒരു ചോദ്യമാണ് മോട്ടിവേഷന് പഠനത്തിലുള്ള പ്രാധാന്യം. പഠനക്ഷമത വർദ്ധിക്കണമെങ്കിൽ പഠിതാവിന് പാഠ്യവസ്തുവിനെ അറിയാനും സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധതയും താല്പര്യവും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ താല്പര്യവും ആഭിമുഖ്യവും ഒക്കെ ഉണ്ടാകുന്നതിന് അതിനുവേണ്ടി ഈ അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ ആവശ്യമാണ്. പഠന പ്രക്രിയയിൽ അഭിപ്രേരണയ്ക്കുള്ള സ്ഥാനം, അതായത് ഈ മോട്ടിവേഷനുള്ള സ്ഥാനം വിശദീകരിച്ചു തന്ന പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ കർട്ട് ലെവിനാണ്. കർട്ട് ലെവിൻ പഠന പ്രക്രിയയിൽ അഭിപ്രേരണയ്ക്കുള്ള സ്ഥാനം അഥവാ മോട്ടിവേഷനുള്ള സ്ഥാനം എന്താണെന്ന് വളരെ നന്നായി തന്നെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. കാരണം ലക്ഷ്യത്തോടുള്ള ആകർഷണമായിട്ടാണ് ലെവിൻ അഭിപ്രേരണയെ കാണുന്നത്. നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ അതിലേക്കുള്ള ഒരു ആകർഷണം, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്നാണ് കർട്ട് ലെവിൻ പറയുന്നത്. അതായത് പഠനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് പഠിതാവിന് പാഠ്യവസ്തുവിനെ സ്വീകരിക്കാൻ അതിന് ഒരു സന്നദ്ധയും താല്പര്യവും ആവശ്യമാണ്. അതിന് മോട്ടിവേഷൻ ആവശ്യമാണ് എന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ട പോയിന്റ്. നെക്സ്റ്റ് വൺ, ആവശ്യ പാഠപദ്ധതി അഥവാ ബേസിക് കരിക്കുലം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ ജീവസ്പർശിയും സാമൂഹ്യ പ്രസക്തവുമായ ഒരു പാഠ്യപദ്ധതി സമീപനമാണ് ഈ ആവശ്യ പാഠ്യപദ്ധതി അഥവാ ബേസിക് കരിക്കുലം എന്നത്. സാമൂഹ്യ ജീവിതം കൂടുതൽ അർത്ഥവത്താക്കാനും ജീവിതത്തോട് അഭിലഷണീയമായ മനോഭാവം പുലർത്താൻ ഉതകുന്നതുമായ ഒരു രീതിയാണ് ആവശ്യ പാഠ്യപദ്ധതി. ആധുനിക സമൂഹത്തിൽ ഒരു സമൂഹ പൗരനായി തൃപ്തികരമായ രീതിയിൽ വളരാൻ ഒരു പൗരന് ആവശ്യം വേണ്ട അടിസ്ഥാന വിജ്ഞാനം പകർന്നു നൽകുന്ന പദ്ധതിയാണിത്. സഹജീവികളോട് നല്ല മനോഭാവം, അഭിലഷണീയ മനോഭാവം എന്നിവയെല്ലാം പുലർത്തുന്നതിന് ഒരു വ്യക്തിയെ മാറ്റിത്തീർക്കുക എന്നുള്ളത്, നല്ല രീതിയിൽ മാറ്റിത്തീർക്കുക എന്നതാണ് ഈ അവശ്യ പഠന പദ്ധതി അഥവാ ബേസിക് കരിക്കുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു വ്യക്തിക്ക്, ഒരു പൗരന് ആവശ്യം വേണ്ട എല്ലാ അടിസ്ഥാന വിജ്ഞാനങ്ങളും പകർന്നു നൽകുക എന്നതും ഈ ബേസിക് കരിക്കുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ ഒരു നല്ല അടിസ്ഥാന വിജ്ഞാനമുള്ള സഹജീവികളോട് നല്ല മനോഭാവം പുലർത്തുന്ന ഒരു വ്യക്തിയായി വളർത്തുക. ഇതാണ് ആവശ്യ പാഠ്യപദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, അഭിലഷണീയമായ മനോഭാവങ്ങൾ അഥവാ ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഏതെങ്കിലും ഒന്നിനോടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധമാണ് മനോഭാവം എന്ന് പറയുന്നത്. ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ പഠിതാവ് മറന്നെന്ന് വരാം. എന്നാൽ മൃഗങ്ങളോട് കരുണ കാണിക്കുന്നതും മുതിർന്നവരെ ബഹുമാനിക്കുന്നതും അതല്ലെങ്കിൽ ഒരു അഗതികളോട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് ദയ കാണിക്കുന്നതും ഇതെല്ലാം ഈ സാമൂഹ്യ മനോഭാവങ്ങളെല്ലാം ജീവിതകാലം നിലനിൽക്കും. ഈ മനോഭാവങ്ങളാണ് അഭിലഷണീയ മനോഭാവങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാം, എന്നാൽ ഇത്തരത്തിൽ പഠിതാവ് മറക്കാത്ത കാര്യങ്ങൾ, അതായത് മൃഗങ്ങളോട് കരുണ കാണിക്കുന്നതും അതുപോലെ അഗതികളോട് ദയ കാണിക്കുന്നതും മുതിർന്ന വ്യക്തികളോട് ബഹുമാനിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു മനോഭാവം, ഒരു നല്ല സാമൂഹിക മനോഭാവം വ്യക്തികളിൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. ഈ മനോഭാവങ്ങളാണ് അഭിലഷണീയ മനോഭാവങ്ങൾ അഥവാ ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്. അഭിലഷണീയ സ്തരം അഥവാ ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്താണെന്ന് വിശദീകരിക്കുക. എബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തമാണ് അഭിലഷണീയ സ്തരം അഥവാ ലെവൽ ഓഫ് ആസ്പിറേഷൻ. എബ്രഹാം മാസ്ലോ ആണ് ഇത് മുന്നോട്ട് വെച്ചത്. അതായത് വ്യക്തികളുടെ ആഗ്രഹങ്ങളുടെ ക്രമം പ്രതിപാദിക്കുന്ന ഒരു പിരമിഡാണ് ലെവൽ ഓഫ് ആസ്പിറേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ LP-UP എക്സാമിന് പഠിച്ചിട്ടുള്ള സംഭവമാണ് എബ്രഹാം മാസ്ലോയുടെ ആ പിരമിഡ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ ആഗ്രഹങ്ങളുടെ ക്രമം പ്രതിപാദിക്കുന്ന പിരമിഡാണിത്. നെക്സ്റ്റ് വൺ, അറിവ് അഥവാ നോളേജ് എന്താണ് എന്ത്?
വൈജ്ഞാനിക തലത്തിലെ അഥവാ കോഗ്നിറ്റീവ് ഡൊമൈനിലെ ആദ്യത്തെ അനുഭവ തലമാണ് അറിവ് എന്ന് പറയുന്നത്. അതായത് വിവരശേഖരണത്തിനും വിജ്ഞാന സമ്പാദനത്തിനും ആവശ്യമായ ഭൗതിക പ്രവർത്തനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തലമാണ്. നമുക്ക് ആസ് എ പേഴ്സൺ നമുക്ക് ആവശ്യമായ വിജ്ഞാന സമ്പാദനത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഒന്നാണ് നോളജ് അഥവാ അറിവ് എന്നത്. നെക്സ്റ്റ് വൺ, അവധാനം അഥവാ അറ്റൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അവധാനം അഥവാ അറ്റൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രദ്ധ എന്നാണ്. ഓർമ്മിക്കാനും ആശയ രൂപീകരണത്തിനും എല്ലാറ്റിനും ഉപരി പഠനത്തിനും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ വസ്തുനിഷ്ഠമായ ഒരു മാനസിക പ്രക്രിയയാണ്. പഠിതാവിൻ്റെ മുന്നിലുള്ള വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുഭവത്തിൻ്റെ ഒരു പ്രത്യേക ഘടകത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ അത്തരം ശ്രദ്ധ അവധാനം അഥവാ അറ്റൻഷനായിട്ട് പരിണമിക്കും. അതായത് അറ്റൻഷനായി മാറും. നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രവൃത്തിയിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തയ്യാറാക്കപ്പെട്ടതും ചലനാത്മകവുമായ ഉയർന്ന ഒരു അറ്റൻഷൻ നമുക്ക് ആസ് എ പേഴ്സൺ നമുക്ക് ആവശ്യമാണ്. ടീച്ചർ എന്ന നിലയിലും കുട്ടി എന്ന നിലയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രദ്ധ എന്നത്. ആഗമയുക്തി അഥവാ ഇൻഡക്റ്റീവ് റീസണിങ് എന്നാൽ എന്താണ്? ഒരു ഉദാഹരണം പറയാമോ? യുക്തിസഹജമായ അനുമാനങ്ങളിൽ എത്തിച്ചേരാൻ പ്രയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തിക്കുന്ന രീതിയാണ് ആഗമയുക്തി അഥവാ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഊട്ടിയുടേത്. ഊട്ടി സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഭയങ്കര തണുപ്പാണ്. അതേപോലെ വേറൊരു സ്ഥലം കൊടൈക്കനാൽ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെയും തണുപ്പ് കൂടുതലാണ്. ഇങ്ങനെ തണുപ്പ് കൂടുതലുള്ള അങ്ങനെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെ പറ്റി ഒരു 2-3 കൂടിയും പറഞ്ഞ് അവസാനം അവർക്ക് ഒരു അനുമാനം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാം. സമുദ്രനിരപ്പിൽ നിന്നും കൂടുതൽ ഉയരം ആണെങ്കിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് തണുപ്പ് കൂടി വരുന്നു. അങ്ങനെ ഉദാഹരണത്തിൽ നിന്ന് പൊതുവായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. നെക്സ്റ്റ് വൺ, ആദർശ സിദ്ധാന്തം അഥവാ ഐഡിയലിസ്റ്റിക് തിയറി. പഠന സംക്രമണത്തിലെ ഒരു സിദ്ധാന്തമാണ് ഈ ആദർശ സിദ്ധാന്തം അഥവാ ഐഡിയലിസ്റ്റിക് തിയറി എന്നത്. അതായത് ഒരു കാര്യം സവിശേഷ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് സാമാന്യമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് ഇതിൽ ഈ ഐഡിയലിസ്റ്റിക് തിയറി പറയുന്നത്? അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അധ്യാപകൻ കുട്ടികളോട് സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ കുട്ടികൾ അതുമാത്രം വൃത്തിയായി സൂക്ഷിച്ചു. എന്നാൽ വൃത്തി എന്നത് ഒരു പ്രത്യേക എല്ലാവരും നേടിയെടുക്കേണ്ട ഒരു ആദർശമായിട്ട് എടുക്കുകയാണെങ്കിൽ കുട്ടികൾ അവരെ ഇടപെടുന്ന എല്ലാ മേഖലയിലും ഈ ഒരു വൃത്തി എന്നത് പാലിക്കും. ഇപ്പോൾ സ്കൂളിൽ മാത്രം പഠിപ്പിക്കുമ്പോൾ അവിടെ മാത്രം ചെയ്യുന്നു എന്നതിൽ നിന്ന് മാറി എവിടെയാണെങ്കിലും കുട്ടി പൊതുവഴികളിൽ വൃത്തികേടാക്കാതിരിക്കുക. അതുപോലെ തന്നെ വീട്ടിലെത്തിയാലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തു പോവുക. അതിനെയാണ് ഐഡിയലിസ്റ്റിക് തിയറി എന്നതുകൊണ്ട് വിശദമാക്കുന്നത്. ഈ സിദ്ധാന്തം ആരുടേതാണ് എന്നും ചോദിക്കാറുണ്ട്. പ്രൊഫസർ W.C. ബാഗ്ലി എന്നാണ് പേര്. പ്രൊഫസർ W.C. ബാഗ്ലിയുടേതാണ് ഈ സിദ്ധാന്തം, ഐഡിയലിസ്റ്റിക് തിയറി എന്ന സിദ്ധാന്തം. നെക്സ്റ്റ് വൺ, ആവശ്യ ന്യൂനീകരണം അഥവാ ഡ്രൈവ് റിഡക്ഷൻ എന്ന സിദ്ധാന്തം ആരുടേതാണ്? എന്താണ് അർത്ഥമാക്കുന്നത്? ആവശ്യ ന്യൂനീകരണം അഥവാ ഡ്രൈവ് റിഡക്ഷൻ മനുഷ്യരിലും മൃഗങ്ങളിലും അവരുടെ ശാരീരിക മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ ഒരു തൃപ്തി വരാതെ നിൽക്കുന്ന ഒരു മാനസിക പ്രേരണയാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. ആവശ്യ പൂർത്തീകരണത്തിന് സഹായിക്കുന്ന വ്യവഹാരങ്ങളിലേക്ക് നയിക്കാനുള്ളൊരു ഊർജം സൃഷ്ടിക്കുന്നതും ഡ്രൈവ് തന്നെയാണ്. ആവശ്യ പൂർത്തീകരണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് എന്നത് കുറഞ്ഞു വരും. പിന്നെ ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ വിശപ്പ് എന്ന ഡ്രൈവ് ഉടലെടുക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് എന്ന ഡ്രൈവ് ന്യൂനീകരിക്കപ്പെടും. ഇതിനെയാണ് ആവശ്യ ന്യൂനീകരണം അഥവാ ഡ്രൈവ് റിഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആവശ്യമുള്ളപ്പോൾ ആ ഒരു പ്രവൃത്തിക്ക് അത് നമുക്ക് നിർവഹിച്ച് കിട്ടാനായിട്ട് നമ്മൾ പ്രവർത്തിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതില്ലാതാകും. അതാണ് ഡ്രൈവ് റിഡക്ഷൻ. അത് ഇല്ലാതായി പോകും.
അങ്ങനെ ഒരു സിദ്ധാന്തമാണിത്. ഒരു റയറായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് എങ്കിൽ പോലും ഉൾപ്പെടുത്തിയെന്ന് മാത്രം. യൂസ്ഫുൾ ആകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഏത് ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരുവിധം ചോദിച്ചു കാണുന്ന ടോപ്പിക്കുകളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ വീഡിയോസ് എല്ലാം അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.